കിടക്കുന്നതിന് മുമ്പേ ഒരു വാക്കിങ് നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എക്സസൈസിന് ചെയ്യാൻ മടി കാണിക്കും. രാവിലെ ഇച്ചിരി നടന്നു വന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ പോകുന്ന വഴിയിലുള്ള വീടുകൾ. കണ്ട ഹൈ ലെവൽ വീടുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ. നല്ല സ്നേഹമുള്ള തെരുവ് പട്ടിയാണ്. അവന് ഞാൻ ഇട്ടിരിക്കുന്ന ഇവിടെ ഗംഗാരണ്ണൻ. അവൻ തോ അവിടെ കിടക്കുവാണ് കേട്ടോ. പട്ടിയില്ലേ, ഇതവനാണ്. ഗംഗാരണ്ണൻ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അവൻ ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. ഈ പാർക്കിൽ വരുന്ന എല്ലാവരോടും അവന് സ്നേഹമാണ്. കേട്ടോ, അവൻ സ്മാർട്ടാണ്. വേണ്ട 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 എൻ്റെ പട്ടി വേണ്ട. അയ്യോ വേണ്ട. അവൻ ബിസ്ക്കറ്റൊന്നും അങ്ങനെ തിന്നത്തില്ല. ആൾക്കാർ ബിസ്ക്കറ്റ് ഒരുപാട് വാങ്ങിയിട്ട് കൊടുക്കും. ആ പോണേടാ ചേട്ടാ, ബൈ ബൈ, പോണേ ചേട്ടാ. എങ്ങനാ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ പോണേ. നടക്കുന്നത് ഈ ലൊക്കേഷനിലൂടെയാണ് നടക്കുന്നത്. കണ്ടോ, ഞങ്ങളുടെ കസിനെ റബ്ബേ സാധനവും മാറ്റി തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. അവനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല. നൈറ്റ് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്. ഓക്കെ. ഹലോ ഗൈസ്, ഞാനിവിടെ നൈറ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിന്ന് മീൻ വലയിടുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് വലയിടുന്നത്. ആ ചേട്ടൻ നല്ല ചിരിയൊക്കെ പാസ്സാകുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എന്തോ മീൻ, എന്തൊക്കെയോ മീനുണ്ട് അതിനകത്ത്. കുരുട്ട് മീനെന്നോ, പിന്നെന്താ കരിമീനെന്നോ, പിന്നെന്താ കൊഞ്ച് ഒക്കെ പിടിക്കുകയാണ് കേട്ടോ. അതാ എന്തെങ്കിലും മീനുണ്ടോ? കൊഞ്ച് മീൻ കിട്ടിയെങ്കിൽ. കുറച്ച് മീനെ ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ ഇപ്പോൾ 10 മണിയാവാൻ പോകുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിലാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല മീൻ. ഇതിപ്പോൾ കായൽ മീനാണ് കേട്ടോ. ഈ കായൽ മീനാണ് അവർ മീൻ കിട്ടി. ഓക്കെ. ആ എന്തോ മീൻ കിട്ടി. ഓക്കെ. ഇതിക്കല്ല ഇതിപ്പോൾ എന്നോട് എൻ്റെ കസിനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും നടക്കത്തില്ല. അപ്പം ഞാനിവിടെ കായലിൻ്റെ വഴിക്കൂടെ നടക്കുവാണ്. ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. മീൻ കടയിൽ പോയി മേടിക്കാൻ പോയെന്ന് ലേറ്റായിപ്പോയി. 9:15 മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയത്. ഓക്കെ. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ കോഫി ഇടാനുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ രാവിലെ കോഫി ഇടാനുള്ള പരിപാടിയാണ്. ഒരു 2 ഗ്ലാസ് കോഫിയും ഉണ്ടാകും. ഞാൻ ഇതിനാണ് വെള്ളം ചൂടാക്കുന്നത് കുടിക്കുന്നത്. രാത്രി തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിയിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ട് അടിച്ചെടുക്കണം. ഇന്നലെ ഉണ്ടായ ചോറ് കുറച്ച് ഉപ്പുണ്ട്.
അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടി രാവിലെ ഒരു കോഫിയല്ല ചായ. ഞാൻ കുടിക്കാറില്ല, ഗസ്റ്റിന് കൊടുക്കണ്ടേ, ഗസ്റ്റ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറിക്ക്, ഒരു ഉരുളക്കിഴങ്ങ്, തക്കാളി ഇല്ലാതെ നല്ല ചീത്തയായിട്ട് വെച്ച് പകുതി ഉള്ളി. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ഉള്ളിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ, അല്ല അതിൻ്റെ കണക്കിന് പച്ചമുളക്. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടുള്ള സാധനങ്ങൾ. നമുക്ക് കോഫി ഇടാം. കാരണം ഞാനിപ്പോൾ 2 പാക്കറ്റ് കോഫിയുടെ ചായപ്പൊടി ഇവിടെ ഇല്ല ഇപ്പോൾ. കാരണം ഈ കോഫി ഇതേപ്പറ്റി വേറൊരു ബോട്ടിലൂടെ ഉണ്ട്, അതിലും കൂടെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. തീർന്നിട്ടേ ഞാൻ ചായപ്പൊടിയൊക്കെ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. മുടിയൊന്ന് വാരി കിട്ടി വിട്ടു. ഹെയർ സ്പാ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടി എന്ത് ഭാരമായിരുന്നു എന്നറിയും. ഇപ്പോൾ കണ്ടില്ലേ, ലോ എന്ന് പറഞ്ഞ് കിടക്കും. ഇവിടെ എൻ്റെ ഹെയർ സ്പാ ചെയ്യുന്ന സാധനം ഇതാ അവിടെ ഇരിപ്പുണ്ട്. പ്രോഡക്റ്റ് ഇതാണ് പ്രോഡക്റ്റ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഹെയർ സ്പാ. ഹെയർ സ്പാ ഞാൻ 3 ദിവസമായിരുന്നു ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ചടയില്ലാതെ കിടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് ഈ വെള്ളം എടുത്ത് വെക്കാവോ? അപ്പോൾ അടുത്തുനിന്ന് നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാനുള്ള പരിപാടി. ഓക്കെ, ഞാൻ രാത്രി വെള്ളത്തിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഗ്യാസിൽ വെച്ച് ലോക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇടിയപ്പവും ഗ്രീൻ പീസ് കറി. ഹലോ, കട്ട് ചെയ്ത അപ്പം ഹെൽപ്പ് ചെയ്യാൻ ആളുള്ളതുകൊണ്ട് അതനുസരിച്ച് ഡീൽ ചെയ്യുകയാണ്. അപ്പം കോഫി കൊടുക്കണ്ടേ, ഇതിലേക്കാണ് കോഫി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി കറി അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ ആരംഭിക്കണം. തേങ്ങ പൊട്ടിച്ചതിന് നമുക്ക് ഒരു ദിവസം തേങ്ങ പൊട്ടിച്ച് വെച്ചതാണ്. അത് നമുക്ക് ഒരു ദിവസം പൊട്ടിച്ചത്. പക്ഷെ നമ്മളിത് പൊട്ടിച്ച് പാട്ടായിട്ട് വെച്ചെങ്കിൽ ഇത് ചീത്തയായിട്ട് വന്നു, ഫംഗസ് കയറുമായിരുന്നു. പക്ഷേ നമ്മൾ വെള്ളം എടുത്തിട്ട് ഒരു സപ്പം ഉണ്ടാക്കിയിട്ട് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തില്ല. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാതെ ഞാനത് വെച്ചിട്ട് ഇപ്പം ഇന്ന് ഏകദേശം ഇത് 3 ദിവസം കായി. ഇപ്പോഴാണ് ഞാൻ ഫംഗസ് കയറിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ അരിമാവ് വറുത്ത് വെച്ചില്ലേ, അതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഇടിയപ്പത്തിന് വേണ്ടി നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ മാത്രമേ നമുക്കിനി അത്
ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വയറ്റിൽ അൾസറൊക്കെ പിടിപെട്ടതുകൊണ്ട് ഫുഡ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് പെട്ടതാണ്. ഇതിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വേറെ തക്കം ഉണ്ടോയെന്ന്. കോഫി തിളച്ചായിരുന്നോ? അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാൻ അങ്ങ് ഇറക്കരുതോ. ഇറക്കി വെച്ചിട്ട് അടുത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ വെള്ളം വെക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് അരിച്ചെടുക്കാം. അപ്പോൾ അരിപ്പ് ശരിയായിട്ടുണ്ട്. ആൾക്കൊരു 3 എണ്ണം വെച്ച് മതി. അയ്യോ, ഇന്നലത്തെ പായസമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഗൈസ്, ഭഗവതി സേവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പായസമൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. പായസം ലഡു. ഞാൻ മധുരം കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് അതവിടെ ഇരിക്കുന്നു. ഇവിടെ ഉള്ളവരൊക്കെ കഴിച്ചു, എൻ്റെ വിഹിതം അവിടെ ഇരിക്കുന്നു. അയ്യോ, എൻ്റെ കുക്കർ ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട്. കുക്കറേ കുക്കറേ കുക്കറേ. ഇന്നല്ല പൂജാ സാധനങ്ങളാണ്. ഇത്രയും സാധനം. ലഡുവൊക്കെ അടിച്ചോണ്ട് പോയി കേട്ടാടേ. ലഡുവൊക്കെ അടിച്ചോണ്ട് പോയി. എൻ്റെ ഭാഗത്ത് ലഡുവൊക്കെ അടിച്ചോണ്ട് പോയി. എനിക്കെന്നെ താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് നോക്കാം. ലഡുവൊക്കെ കൊണ്ടുപോയി രാത്രി തന്നെ. ഇപ്പോൾ ഒരു കൊച്ചുണ്ടല്ലോ, അവൾ കൊണ്ടുപോയി ലഡു കൊലിച്ച്. അപ്പോൾ നമ്മൾ കോഫി ഒഴിക്കുകയാണ്. ബ്ലാക്ക് കോഫി. പഞ്ചസാര എടുക്കട്ടെ, എനിക്കല്ല, ജസ്റ്റ് ഞാൻ ഇനിയിപ്പോൾ അതിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടേ കഴിക്കാറുള്ളൂ. എനിക്ക് ഇതിനോടൊന്നും വലിയ പഞ്ചസാര എന്ന് പറഞ്ഞ തൊടാതിരുന്ന തടി കുറഞ്ഞ് കിട്ടും, തൊട്ടാൽ തടിയൊന്നും കുറഞ്ഞ് കിട്ടത്തില്ല. ഓക്കെ, നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. സാധാരണ മലയാളികൾക്ക് എവിടെയും ബെഡ് കോഫി പ്രാധാന്യമാണ്, അതേ ഞാനും ചെയ്യുന്നുള്ളൂ. കടഞ്ഞു ബെഡ് കോഫി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് അരിച്ച് വെച്ച് കഴിഞ്ഞു. അതിനി ഒരു പാത്രത്തിൽ ഇതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കണം. ഓക്കെ,
സംശയമാണ് കേട്ടോ ഗൈസ്. കൂടുകയാലും ഇവിടെയുള്ള തിന്ന് തീർക്കണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും മാവ് പൊടിപ്പോയിട്ടാവും. ഇത്ര മാവ് കൂടി പോകും. കഴിക്കുമോ? എന്നാൽ ഈ തിളച്ച വെള്ളം ശരിയാവുകയല്ല, ഇനിയും വേണം വെള്ളം. നോക്കാം. ഞാൻ അരിഞ്ഞെടുക്കാൻ പറയുകയാണ് ഗൈസ്. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചൊന്നുമില്ല. ശരിയായി വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് പോയത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഓക്കെ. എന്ത് മീനാണിത്? കേര. കേര. അത് 100 രൂപയ്ക്ക് ഇതാ. 130 തരാം. എത്ര? 1/4 കിലോ. വില കൂടുതലാണ്. ആ, എന്നാ എടുക്ക്. ചേച്ചിക്ക് കഴിഞ്ഞിട്ടാണ്. ആണോ? തല കഴിക്കുവാ. ആ, അപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ട്. പീസ് മീൻ. ഇത് തുളസികളുണ്ട്. നല്ല ഫിഷിട്ട് മഴവെള്ളമൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിനെയും കറി വെക്കാം. പുളിശ്ശേരിയും വെച്ച് ഈ മീൻ കറിയും വെക്കാം. അപ്പോൾ 2 എടുത്ത് വറക്കാം. എനിക്കല്ല, മോൾക്കും ഗസ്റ്റിനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമേ കറി വെച്ച മീൻ കഴിക്കാൻ. ഓക്കെ. അപ്പോൾ ഗണേശനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. എന്താണ് ഇവിടെ? പേപ്പർ പേനയൊക്കെ എടുത്ത് ഹലോ ഗൈസ്. ഇപ്പോൾ പാൽപ്പൊടിയിലെ ചായയാണ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇട്ട ചായ കട്ടി കുറവായിരുന്നു. അപ്പോൾ ഇത് ചായയായി. ഓക്കെ. അപ്പോൾ ഞാൻ ചായ എടുത്തു. ലിസ്റ്റിനകത്ത് കൊടുക്കാം. ഇതാണ് ഗസ്റ്റിൻ്റെ ഫുഡ്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറി. വരൂ. ഞാൻ എത്ര എടുത്തോണ്ട് പോകും. ഓക്കെ. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ചായയൊന്നും വേണ്ട. ചായ കഴിച്ചാൽ ശരിയാവില്ല. അപ്പം പോവുകയാണ്. നല്ല സെമ്മായിരിക്കും. നല്ല ടേസ്റ്റ് ഗ്രീൻ പീസ് കറി. ആ, ഞാനാണോ വെച്ചേ? ആ, ഇടിയപ്പം ഗ്രീൻ പീസ് കറി മസ്റ്റായിരിക്കും. நல்லா இருக்கு. ரொம்ப டேஸ்டா இருக்கு.
മസാലയെല്ലാം കറക്റ്റായി എടുത്ത് തേങ്ങാപ്പാലൊക്കെ വീട്ടി വെച്ചതാണേ. ഓക്കേ, ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെയായി, ഞാൻ ഉറക്കണീറ്റു. ഇപ്പോൾ സമയത്തെ 6:45. അപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. എന്താണ്, ഹെയർ സ്പാ ചെയ്ത തലയാണ് കണ്ടോ, ഹെയർ സ്പാ ഉണ്ടോ, നല്ല ലുക്കായിട്ട് കിടക്കണണ്ട ഹെയർ കട്ടിങ്ങിന്. ഈ മുടി ഒന്ന് സ്ട്രൈറ്റൊക്കെ ചെയ്യണം. സ്ട്രൈറ്റ് മഴക്കാലത്ത് സ്ട്രൈറ്റ് ചെയ്യാന്നാണ് പറയുക. ചൂട് കാലത്ത് സ്ട്രൈറ്റ് ചെയ്താൽ നമുക്ക് കുളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ സ്ട്രൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ പരിപാടിയുണ്ട്. പക്ഷെ എനിക്ക് മുടി ഇങ്ങനെ കിടക്കണേന്ന് എനിക്കിഷ്ടം കേട്ടോ. നല്ല ഗ്ലോ, ഒരു ഇങ്ങനെ ഇതായിട്ട് കിടക്കണേന്ന് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ ഈ മുടി സ്ട്രൈറ്റ് ചെയ്താൽ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പായിരുന്നു, ഞാൻ എണീറ്റു. അപ്പോൾ ഈ മഴയത്ത് ഞാൻ കൂളർ വെച്ച് ഞാൻ കിടക്കുന്ന കേട്ടോ. ഇവിടെ വലിയ മഴയൊന്നുമില്ല, പക്ഷേ പുറത്ത് ഒരു മഴയുടെ കൂരാപ്പെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ കിടക്കുന്നുണ്ട്. പക്ഷെ മഴയൊന്നും ഈ എറണാകുളത്തില്ല. ഉണ്ടായിരുന്ന സമയത്തുണ്ട്. ഞാൻ കൂളറൊക്കെ വെച്ചിട്ടാണ് കിടക്കണം. ഒരു മഴയുടെ ഫീലിങ്സ് കിട്ടും. കുളുകുളാതെ എനിക്ക് ഈ ബ്ലാങ്കറ്റില്ലേ ഇത് മൂടിക്കൊണ്ട് കിടക്കും, നല്ല സുഖമായിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ ഒരു കോഫി ഇടാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം. हम कैसे എടുക്കി മഴയുടെ ഒരു ഊരാപ്പുണ്ട് കേട്ടേ. മഴ ചെറുതായിട്ട് മഴ പെയ്ത മട്ടാണ് കേട്ടോ. പക്ഷെ മരങ്ങളിലൊക്കെ നനഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിൽ കിടക്കാൻ വലിയ കൂളിങ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ രാവിലെ ഞാനൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ വ്ളോഗ് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ.